എന്നുകൂടി അറിയണം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഈ കേസ് തുടക്കം മുതൽ, അതായത് 2017 ഫെബ്രുവരി 18 ഈ വിവരം പുറത്തു വരുന്നത്. അന്ന് മുതൽ റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഡാനി. വലിയ നാടകീയമായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കേസാണ്. പല അട്ടിമറികളും ഉണ്ടായി. ഒരുപക്ഷെ ഇന്ന് ഈ 3:30 വിധി വരുമ്പോൾ പൊതുവെ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ശക്തമായ താക്കീതാകണം. ഇതുപോലെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാകണം ഈ വിധിയെന്ന് പ്രോസിക്യൂഷനും അതാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടെ പ്രോസിക്യൂഷൻ്റെ വാദം കേട്ടു, പ്രതിഭാഗത്തിൻ്റെ വാദം കേട്ടു. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഹാജരായില്ല. പക്ഷേ അതിന് മുൻപ് ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് അവർ ഒരു നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ അവർ ഹാജരാകാതിരുന്നതും അത്തരം ഒരു പരിഭവം കൊണ്ടായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ തന്നെ, ഒരു പക്ഷേ എന്നല്ല, അങ്ങനെ തന്നെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നേരത്തെ അല്പം മുമ്പ് അവർ അവിടുന്ന് സംസാരിക്കുമ്പോൾ അവർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അഡ്വക്കേറ്റ് ടി ബി മിനി നടത്തിയ കാര്യങ്ങളും ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ടോം ചോദിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അത്രയും തന്നെ ഈ വിചാരണ വേളയിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻസിനൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിക്കുന്നു എന്നത് ഇതിന് ശ്രദ്ധിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് തീർച്ചയായും തന്നെ ഒരു നടിക്കെതിരായ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കേസ്. അതിൽ ഇരയാകുന്നത് ഒരു നടിയാണ്, അതിൽ പ്രതിയാകുന്നത് ഒരു നടൻ എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് വളരെ പോപ്പുലാരിറ്റിയുള്ള രണ്ടുപേരും വരും. സ്വാഭാവികമായും അതിൻ്റെ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ചുള്ളൊരു കാരണങ്ങൾ ജനം തിരക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ ഒരു അപ്ഡേഷൻസിനെ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇത് നടന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളത് ഒരു കൊട്ടേഷൻ രീതിയിലുള്ള ഒരു ബലാത്സംഗ കേസ് എന്നെല്ലാം തന്നെ പറയുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ വാദങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോയി അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ഒടുവിൽ ഇവിടെ നിന്ന് പറയുന്ന ഒരവസ്ഥ, താൻ ഏതാണ്ട് പരാജയം സംബന്ധിച്ചു എന്ന രീതിയിൽ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായും തന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ്. കാരണം ചില കാര്യങ്ങൾ ഇതെല്ലാം തന്നെ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ താൻ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നു. 100% തനിക്ക് വിശ്വാസമുണ്ട്. താൻ ഉന്നയിച്ച കാര്യങ്ങൾ അത് സത്യമായിട്ടുള്ളതാണ്, വസ്തുതകളാണ് താൻ കൊണ്ടുവന്നത്. ഇതിൽ വിട്ടയച്ചവരെല്ലാം തന്നെ ഇതിൽ പ്രതികളാണ്. ഇതിൽ കൃത്യമായും ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കുറ്റകരമായ രീതിയിലുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിലെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടത് തെളിയിക്കപ്പെടാതെ പോയി എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കോടതിയുടെ വിധിയിൽ ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് പ്രോസിക്യൂഷൻ ഭാഗം പരാജയപ്പെട്ടത്, അവരുടെ സ്റ്റോറി എന്തുകൊണ്ട് നിലനിന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിജീവിതയ്ക്ക് കോടതി മുറികളിൽ നിന്ന്, വിചാരണയിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുണ്ട്. ഇത് താൻ വ്യക്തമാക്കാൻ ഇപ്പോൾ ഇതുവരെ സാധിക്കില്ല. ഇന്ന് വരെ അവരുടെ വക്കാലത്തുണ്ട്. ഈ കേസ് വിധി പറയുന്നതോടെ ആ വക്കാലത്ത് തീരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തനിക്ക് ഈ വക്കാലത്തിൻ്റെ ബാധ്യതയില്ല, ഭാരിച്ച ചുമതലയില്ല. അതുകൊണ്ട് താനിത് തുറന്നു പറയും വരും ദിവസങ്ങളിൽ എന്നതാണ് അവരൊരു നിലപാട്. എന്തായാലും സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തലുകളിലേക്ക് അതിജീവിതയുടെ ഒരു അഭിഭാഷക കടന്നേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ അതിജീവിതയുടെ അഭിഭാഷക തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ കോടതിയിൽ ഇനി 1 മണിക്കൂറത്തെ മാത്രം കാത്തിരിപ്പാണ്. കൃത്യം 3:30 വിധി വരും. നമുക്കറിയാം, ഈ ഡിസംബർ 8 അന്ന് ഈ കേസിൽ വിധി പറഞ്ഞപ്പോൾ ഈ ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അത്രയധികം ജനനിബിഡമായിരുന്നു ഈ കോടതി പരിസരമെങ്കിൽ ഇന്ന് സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം അന്ന് ദിലീപിൻ്റെ വിധി എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ദിലീപിനെ കുറ്റക്കാരെന്ന് വിധിക്കുമോ? ഇപ്പം ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇവിടെ ഈ ഒരു കേസ്, കാരണം ഇന്ന് നമ്മൾ ഡിസംബർ 8 വിധി വരുമ്പോൾ അന്ന് ദിലീപിനെ കുറ്റക്കാരെന്ന് കണ്ടെത്തുമോ, ദിലീപിന് ശിക്ഷ വിധിക്കുമോ എന്നറിയാനുള്ളൊരു കാത്തിരിപ്പായിരുന്നുവെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്നിവിടെ. അന്ന് മാധ്യമങ്ങൾ, നിരവധി മാധ്യമപ്രവർത്തകർ, ദിലീപിൻ്റെ ആരാധകർ, പൊതുജനങ്ങൾ, അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നുവെങ്കിൽ
ഇന്ന് പൾസർ സുനി, കാരണം പൾസർ സുനി ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്, പക്ഷേ പൾസർ സുനിക്കും തുല്യമായിട്ടുള്ള ശിക്ഷ മറ്റു പ്രതികൾക്ക് ലഭിക്കുമോ? അതാണ് അറിയേണ്ടത്. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. എന്ത് പ്രതീക്ഷിക്കാം? പൾസർ സുനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജഡ്ജിന്റെ ഒരു പരാമർശവും അങ്ങനെ തന്നെയാണ്. ഈ ബലാത്സംഗ കേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളെന്ന് പറയുന്നത് ഇത് പൾസർ സുനിയാണെന്ന് ജഡ്ജി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റു പ്രതികൾ അവർക്കും ഈ വലിയ ശിക്ഷ നൽകണോ എന്നൊരു ചോദ്യം കൂടി ജഡ്ജി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തുന്നത് എന്നൊരു പ്രോസിക്യൂഷൻ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി കണക്കെടുക്കുമ്പോൾ ഈ പൾസർ സുനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഇതിനെ എങ്ങനെ അതിനെ കൂടുതൽ ആ ശിക്ഷാവിധിയിൽ നിന്നും കുറയ്ക്കാം എന്നുള്ളൊരു സാഹചര്യം കൂടി ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിഭാഗം വക്കീല് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയോട് പൾസർ സുനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് വെട്ടേകോ അസുഖമുള്ള ആളാണ്, അത്തരത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞും കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുമാണ് എല്ലാ പ്രതികളും 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികളും അത്തരത്തിൽ തങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, താൻ മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാദമുഖം മുന്നോട്ട് വെച്ചതും. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിനെ എത്രത്തോളം ഈ ശിക്ഷ കുറയ്ക്കാമെന്നൊരു സാഹചര്യം മാത്രമായിരിക്കും പ്രതിഭാഗത്തിന്റെ ഏറ്റവും ഇത് വരുന്നതും അങ്ങനെയാണ്. പക്ഷേ ബലാത്സംഗ കുറ്റം കണ്ടെത്തിയിട്ടുണ്ട്. 1-ാം പ്രതിയെ തന്നെയാണ് നേരിട്ട് തന്നെയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യവും കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 120D തന്നെയാണ് അതിൽ വരുന്നത്. അതിന് ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തവുമാണ്. ഒരു പക്ഷേ അതിന് ഇപ്പോഴത്തെ ഈ 7.5 കാലം നമുക്കറിയാം വിചാരണ ഘട്ടത്തില് ജീവപര്യന്തമെന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു അത് ജീവിതാവസാനം വരെയുള്ള ശിക്ഷയാണോ എന്ന്. അക്കാര്യത്തിലാണ് നമുക്കൊന്ന് അറിയേണ്ടത്. കാരണം ഈ പൾസർ സുനിയെപ്പോലെ ഒരു കൊടും കുറ്റവാളി, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി, ഇയാൾ പുറത്തിറങ്ങി നടക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. മാത്രമല്ല നേരത്തെ അഡ്വക്കേറ്റ് ടി ബി വിനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ഒരുപക്ഷെ അതിജീവിതയ്ക്ക് ഭീഷണി ഉണ്ടാകാം, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഭീഷണി ഉണ്ടാകാം. കാരണം അങ്ങനെ ഒരു കൊടും ക്രിമിനലാണ്. ആൾ ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കണം, അല്ലേ? കാരണം വെച്ചാൽ ഇപ്പൊ ടോം സൂചിപ്പിച്ചതുപോലെ ഈ ഇവര് ജഡ്ജ് തന്നെ പറയുന്നുണ്ട് അതിന് പരമാവധി അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കണം, എന്നിട്ട് വേണം ശിക്ഷ വിധിക്കാൻ. ഇതില് 2-ാം പ്രതിയായാലും 3-ാം പ്രതിയായാലും അവർക്ക് മുൻപ് പെറ്റി കേസുകൾ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ പൾസർ സുനി മുൻപും കേസുകളിൽ പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇത്തരം ഈ പറയുന്നത് പോലെ തന്നെ കൊട്ടേഷൻ അനുസരിച്ച് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ത്രീകളെ സെറ്റുകളിലൊക്കെ സിനിമാ സെറ്റുകളിലൊക്കെ തന്നെ പല സ്ത്രീകൾക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലം കൂടി പൾസർ സുനിക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ പരമാവധി ശിക്ഷയിലേക്ക് പോകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതേസമയം വിചാരണ തടവുകാരനായിരുന്ന സമയത്ത് 7.5 വർഷക്കാലം പൾസർ സുനി തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടായിരിക്കും ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധി വരുന്നത് എന്നൊരു കാര്യമുണ്ട്. പക്ഷെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. ഈ 6 പ്രതികൾക്കും ശിക്ഷ നൽകണമെന്ന് തന്നെയാണ്, അതായത് തുല്യ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. അങ്ങനെ തന്നെയാണ്. കാരണം പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോഴും ആ 1-ാം പ്രതി മാത്രമേ ബലാത്സംഗം ചെയ്തു എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യത്തിലും 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ എന്ന് പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട്. അതായത് ഈ കൊട്ടേഷൻ പ്രകാരം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു പ്രൊസീജിയറാണ് നടന്നത്. അപ്പൊ അതിന് ഈ ഓടുന്ന വാഹനത്തിലാണ്, ട്രാവലറിലാണ്, നമുക്കറിയാം. കൊട്ടേഷൻ പ്രകാരമുള്ള കൂട്ടബലാത്സംഗം അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോടതിയിൽ തെളിയിക്കപ്പെട്ടത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരുടെ ഗൂഢാലോചന മാത്രമാണ്. 12 വകുപ്പുകളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് ഈ കേസിൻ്റെ, അതായത് നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട ഒരു ക്ലൈമാക്സ് ഇന്നിവിടെ സംഭവിക്കും. അതായത് 3:30 വിധി വരുമ്പോൾ. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ തുടങ്ങും. അഡ്വക്കേറ്റ് ടി ബി മിനി സൂചിപ്പിച്ചിട്ടുണ്ട് നാളെ താൻ ഈ അതിജീവിതയുടെ അഭിഭാഷകയല്ല, നാളെ മുതൽ അഡ്വക്കേറ്റ് ടി ബി മിനി ആയിരിക്കും. പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട്, തുറന്നു പറയാനുണ്ട്. അതോടൊപ്പം പ്രോസിക്യൂഷൻ്റെ നീക്കങ്ങൾ അറിയണം. ദിലീപിൻ്റെ നീക്കം വരണം. ദിലീപ് പറഞ്ഞു തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ദിലീപും നിയമ നടപടി സ്വീകരിക്കും. ഇന്ന് കോടതിയിൽ നിന്നും ആ വിധിപ്പകർപ്പ് പുറത്തു വരാനുള്ള കാത്തിരിപ്പാണ്. കാരണം എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്നറിയണം. എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചത്, അട്ടിമറികൾ എവിടെയാണ് സംഭവിച്ചത്, പ്രോസിക്യൂഷൻ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ
അറിയാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും അതിനുശേഷമായിരിക്കും ഈ അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള, അതായത് അപെക്സ് കോടതികളെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഗൂഢാലോചനയുണ്ട്, അതും ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കിയത്, പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ജഡ്ജി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ടോം റിഫർമേറ്ററി തിയറി പരിഗണിച്ചുകൂടെ എന്നൊരു സാഹചര്യം ജഡ്ജി ചോദിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ റിഫർമേറ്ററി തിയറിക്ക് ഉള്ള സാധ്യത കൂടി പരിശോധിക്കണമെന്ന് കൂടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അഭിപ്രായമാണ് പ്രോസിക്യൂട്ടറോട് പ്രധാനമായിട്ടും ജഡ്ജി ചോദിച്ചത്. റിഫർമേറ്ററി തിയറി എന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ ജഡ്ജ്മെന്റിൽ വരുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ചും പ്രതികളെ, അതായത് അവരുടെ മുൻകാല പ്രാബല്യം, മുൻപ് ചിലപ്പോൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ നല്ല നടപ്പിന് വിടുക, അതല്ലെങ്കിൽ സമൂഹത്തിന് പറ്റുന്ന ഒരു പൌരനാക്കി മാറ്റുക, ശിക്ഷാവിധി വേദനിപ്പിക്കുന്ന ശിക്ഷകൾ നൽകുന്നതിന് പകരം മറ്റ് കൌൺസിലിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകിയിട്ട് അവരെ കൂടുതൽ സമൂഹത്തിന് നൽകുന്ന ഒരു പൌരനാക്കി മാറ്റുക എന്നുള്ള നീക്കത്തിലേക്ക് പൊയ്ക്കൂടെ എന്ന് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലും അതല്ല, കൂട്ടബലാത്സംഗം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറപ്പിക്കുകയാണ്. അത് തന്നെയാണ് ഇനിയും മനസ്സിലാക്കാനുള്ളത്. കാരണം 2 മുതൽ 6 വരെ പ്രതികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇല്ല, കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടില്ല എന്ന് പറയുമ്പോഴും അത്